പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിയ അതിലെ 41-ാമത്തെ ആയത്ത്, വഅസ്ഹാബുശ് ശിമാലി മാ അസ്ഹാബുശ് ശിമാൽ. നബിയെ, വഅസ്ഹാബുശ് ശിമാൽ, നാളെ ആഖിറത്തില് 3 പാർട്ടിയാവുള്ളൂ. ഒന്ന് എ ഗ്രേഡിലുള്ള ആൾമാർ, രണ്ടാമത്തേത് സൗഭാഗ്യವಂತರು, മൂന്നാമത്തേതായിട്ട് അല്ലാഹു ചൊല്ലേ വഅസ്ഹാബുശ് ശിമാൽ, ദൗർഭാഗ്യವಂತരായ ആൾമാർ. അല്ലണ്ടെങ്കിൽ ഇടത്തെ കയ്യിലായിട്ട് ഞങ്ങളെ കിതാബ് കിട്ടേ അങ്ങ് ദുനിയാവിലാക്കി പോയ എല്ലാ കർമ്മത്തെയും ആ കിതാബ് കിട്ടേ ഇടത്തെ കയ്യിൽ, ആ ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുന്ന ആൾമാർ. മാ അസ്ഹാബുശ് ശിമാൽ, നബിയെ അങ്ങനെ അവസ്ഥ എന്തിനെ ചൊന്ന് തങ്ങ ಗೊತ್ತುಂಟ? അങ്ങനെ അവസ്ഥ എന്തിനെ ചൊന്ന് തങ്ങ ಗೊತ್ತುಂಟ? ഫീ സമൂമിൻ വ ഹമീം, അങ്ങ ഭയങ്കരമായ ചൂട് കാത്തിലും അതേപോലെ ഹമീം ഭയങ്കരമായ ചൂടായ തണ്ണിയുമായിട്ട് അങ്ങ് ചൂട് കാത്തും ചൂട് തണ്ണിയും. അത് മാത്രല്ല നല്ല കറുത്തതായ പുക അങ്ങനെ തന്നലായിട്ട് ബറു ചൊന്നിട്ടായിട്ട് ആ പുകയുടെ കാരണത്തില ലാ ബാരിദിൻ വലാ കരീം, അതിന്റെ കാരണത്തില് ഒരു കൂലിംഗും അങ്ങനെ കിട്ടല, അത് കാണുക ഒരു ചന്തവുമില്ല. ഇങ്ങനത്തെ ഒരു ടൈപ്പിലെ പുകയും അങ്ങനെ തലയുടെ മേലിൽ ഘട്ടമായിട്ട് നിൽക്കുക ചൊന്നിട്ടായിട്ട്. എന്തുകൊണ്ടിട്ട് അള്ളാഹു ഇങ്ങനത്തെ ശിക്ഷ കൊടുക്കുക? ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ, അങ്ങ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തില് അങ്ങ അഹങ്കാരത്തോടു കൂടെ അങ്ങനെ ഇഷ്ടമെന്ന പോലെ അങ്ങ ജീവിച്ചാറ് എന്നിട്ടായിട്ട് അങ്ങനെ എന്തൊരു ഇഷ്ടമായിട്ട് അതിന് മേൽ ജീവിച്ചാർ. ഹറാമും ഹലാലിയത്തെന്തും ഇല്ലാത്ത നിലക്ക് ആ നിലക്ക് ജീവിച്ച കാരണത്തിലായിട്ട് നരകത്തിലങ്ങ ഇങ്ങനത്തത് അനുഭവിക്കണമെന്ന്. എന്നിട്ട് മാത്രമല്ല അങ്ങ് വലിയ വലിയമായ പാപകർമ്മങ്ങൾ അതിന് മേലങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ഇന്നാറ് അതിന്റെ കാരണത്തിലും ഇങ്ങനത്തെ ഫലം അനുഭവിച്ചാറ്. എന്നിട്ട് മാത്രമല്ല കാനു അങ്ങായിട്ടിന്നാറ് എപ്പോഴും അങ്ങ് ചൊന്നോട്ടിന്നാറ് ഞങ്ങൾ മരിച്ചിട്ടുണ്ടായെങ്കിൽ മരിച്ചിട്ട് ഞങ്ങളെ കബറിൽ വെച്ചിട്ട് ഞങ്ങൾ മണ്ണായെങ്കിൽ ഞങ്ങള് പിന്നെ മുല്ലെല്ലാം മണ്ണ് തിണ്ടു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുനർജന്മാക്കം ഉണ്ടാക്കുന്നിട്ടു ആൽമാർ കേൾക്കുവാർ. അവ ആദാമനല്ലവരും, അതേപോലെ ഞങ്ങളെ പൂർവജന്മാർ അല്ലെങ്കിൽ ഞങ്ങളെ പൂർവികന്മാർ അങ്ങനെയും പുനർജന്മാക്കുക, അങ്ങനെല്ലാരെയും മുള്ളുക, അതേപോലെ ബോഡിങ്ങ ഇതെല്ലാം മണ്ണായിട്ട് പോയിട്ട് അങ്ങനെയും പുനർജന്മാക്കുക ചെന്നിട്ടു അങ്ങ് കേൾക്കുവാർ. ഉൽ നബിയെ അങ്ങനെ തങ്ങ ആൻസർ ആക്കോളൂ. ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, മുന്നത്തെ ആൾമാരും എത്ര ആൾമാർ ഭരണുകൊണ്ടതിന് എല്ലാ ആൾമാരും എല്ലാ ആൾമാരെയും ഒട്ടിയെ കൂട്ടമുണ്ടു ഇലാ മീഖാത്തി യൗമിൻ മഅലൂം, ഒരു അറിയപ്പെട്ട നിശ്ചിതമായ ഒരു നാളില് ആ ഒരു പോയിന്റില് പിന്നെ ആ ഒരു ടൈമിലും എല്ലാ ആൾമാരെയും പണ്ട് ആദം നബി അലൈഹി ഇസ്ലാമിനെ പിടിച്ചിട്ട് ഇനി ആരെല്ലാം ലാസ്റ്റ് പറഞ്ഞുകൊണ്ടാ എല്ലാരെയും ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരാ ചെന്നിട്ടു നബിയെ അങ്ങനെ നിങ്ങൾ ആൻസർ കൊടുക്കോറും. എന്നിട്ട് പിന്നെ അല്ലാഹുവിന്റെ ഇന്നക്കും അയ്യുഹം ളാലൂനൽ മുകദ്ദിബൂൻ, അല്ലേ റൗഡിമാരെ, അല്ലെങ്കിൽ ദീന്റെ തൊട്ട് ദൂരായ ദീന്റെ കലവാക്കട ആൾമാർ, ദീന്റെ ഇൻസൾട്ട് ആക്കിയിട്ട് നടക്കുന്ന ആൾമാരെ, ലആകിലൂന മിൻ ശജറിൻ മിൻ സഖൂം, നിങ്ങൾക്ക് സഖൂം വർത്ത് ഞങ്ങൾ തിന്നുപാട്ടം കൊണ്ടു. സഖൂം, ആ സഖൂം മറ എന്തിനെ ചെന്നിട്ടു ഞാന് ക്ലാസ്സിൽ ചൊന്നരാം. ആ സഖൂം മറത്ത് നിങ്ങൾ തിന്നുപാട്ടം കൊണ്ടു. എന്നിട്ട് മാത്രമല്ല ആ സഖൂം മറത്ത് തിന്നിട്ട് നിങ്ങൾ പയറ് നൊറയുടെ കൊടുത്തോളം നിങ്ങൾ തിന്നണം. കാല് തെല്ല് തിന്നിട്ട് മുട്ടങ്ങ് വയ്യാവില്ല. അതിന്റെ കാരണത്തില് അങ്ങനെ പയറങ്ങ് നൊറക്കിടാറ് ചൊന്നിട്ടായിട്ട് ഖുർആൻ ചൊന്ന്. എന്നിട്ട് അല്ലാഹു ചൊല്ലേ അങ്ങനെ തിന്നിട്ടാൻ പറ്റുക നിങ്ങൾക്ക് താകാവൂ. ആ താകാൻ പറ്റുക
ആ താകാമ്പത്തു ഭയങ്കരമായ ചൂടായ തന്നെ അള്ളാഹു നിങ്ങൾ തണ്ട സാധാ ചൂടെന്തോ അല്ല, ഭയങ്കരമായ ചൂടായിട്ടിക്കര്. അത് ഖുർആൻ പിടിപാടിത്ത് ആ ചൂടായ തന്നിടെ ഗ്ലാസിലെ മുട്ട ഇങ്ങനെ കൊമ്പം പൊത്തുകയും ഓന്റെ മുഖത്തെ എരച്ചെല്ലാം അതുക്ക് പോന്നു പോകും. അത്രയും ചൂടുള്ള തന്നെയായിട്ടിക്കര് നരക നിവാസികൾക്ക് അള്ളാഹു കുടിക്കൊണ്ട് കൊടുക്കരേ. എന്നിട്ട് അള്ളാഹു ചൊല്ലുന്നതിനെ ഒന്നുണ്ടാകും, ഇത്രയും ചൂടുള്ള തന്നെ നീന് തെല്ല് ഊർത്തിട്ട് കുടിക്കരല്ല, നരകത്തില് തന്നെ നീന് ഊർത്തിട്ട് കുടിക്കരല്ല. ആ നരകത്തിൽ നീ കുടിക്കരേ ഒരു വണ്ട എങ്ങനെ താകായിട്ട് കുടിക്കറ ആ ടൈപ്പിൽ നീ കുടിക്കണോ ചെന്നിട്ടായിട്ട് അത്രയും സ്പീഡായിട്ട് ഗലഗലാ ചെന്നിട്ട് നീ കുടിക്കണോ. തെല്ല് പോലും ഊർക്കൊണ ചാൻസസ് ഇല്ല. ഫുള്ളായിട്ട് നീ കുടിക്കണോ മാത്രല്ല ഒർക്കലെ കുടിക്കണോ ചെന്നിട്ടായിട്ട് പരിശുദ്ധ ഖുർആൻ ആ നരകാനിവാസികളെ ചൊല്ലു. എന്നിട്ട് മാത്രല്ല എന്നിട്ട് അള്ളാഹുക്കളുടെ ഇതോടുകൂടെ തീരില്ല. നരകത്തിലുള്ള ഈ സക്കവും മറത്തെ നീ തിന്നിട്ട് അതേപോലെ അതിന് മേൽക്ക് നീ ഇത്രയും ചൂടുള്ള തണ്ണി കുടിച്ചിട്ട് നിന്റെ പേരൊടിച്ചെങ്കിൽ തീരില്ല. അള്ളാഹുക്കളുടെ ഇത് ഖിയാമത്ത് നാളിലെ ഒന്നാമത്തെ സത്കാരായിട്ടിക്കര്. നരകത്തിക്ക് എൻട്രായ സാത്തുക്ക് ഔത്തുക്ക് ബന്ധവണു ഫസ്റ്റ് കൊടുക്കൊരു ജ്യൂസ് ഉണ്ടല്ലോ, വെൽക്കം ജ്യൂസ്, അത് മാത്രമായിട്ടിക്കര് ഗമ്മത്ത് പിന്നായിട്ടിക്കര്. അതുപോലെ ആയിട്ടിക്കര് ഖുർആൻ ചൊല്ല് ഇത് ഖിയാമത്ത് നാളില് നീ ബന്ധപ്പ ഫസ്റ്റ് കിട്ടി നിനക്ക് സത്കാരാ ചെന്നിട്ടായിട്ടിക്കര്. ഇതെല്ലാം ചെന്നിട്ടായിട്ടിക്കര് ഖുർആൻ സൂറത്തുൽ വാഖിയ ആയത്ത് നമ്പർ 56 അള്ളാഹു ചൊല്ല്. എന്നിട്ട് അള്ളാഹു ചൊല്ല് നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ, നിങ്ങളെ പടച്ചിരാറ് നിങ്ങളെ നങ്ങായിട്ടിക്കര് സൃഷ്ടിയാക്കിര് ഫലൗലാ തുസദ്ദിഖൂൻ, നിങ്ങെന്തേ ഞങ്ങളെ വിശ്വാസം വയ്ക്കില്ല, നിങ്ങളെന്തേ ആ ഖിയാമത്ത് നാൾ ഉണ്ടോ ചൊല്ലൊരു വിശ്വാസം നിങ്ങൾക്ക് ഇല്ലാണ്ടായി പോയിട്ട് നിങ്ങളെ സൃഷ്ടിയാക്കിയ ഞങ്ങളെ നിങ്ങൾ കൂടെ ഇല്ലാത്ത ഒരു വർഷத்துக்கு മുതൽ നിങ്ങൾ കൂടെ ഇല്ലാത്ത എന്നിട്ട് നിങ്ങൾ എന്തേ രണ്ടാമത്തെ പുനർജന്മ ഉണ്ടു ചൊല്ലുമ്പോഴത്തേക്കും അത് നിങ്ങൾ കളവാക്കിക്കൊണ്ടുള്ളാറല്ലേ. എന്നിട്ട് അള്ളാഹു പിന്നെയും ചൊല്ലേ അല്ല നിങ്ങളെ വീര്യത്തെ നിങ്ങൾ പെണ്ണിങ്ങളെ അണ്ടാശയത്തില് അല്ലണ്ടെങ്കിലാം നിങ്ങളെ ചൊരിക്കുന്ന ആ വീര്യത്തെ വിഷയം നിങ്ങൾ കൊണ്ടുണ്ട, ആ ബീജത്തെ വിഷയം നിങ്ങൾ കൊണ്ടുണ്ട. അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, ആ ബീജത്തില് ആ വീര്യത്തില് ആ മനിയില് നിങ്ങ ഒരു പിന്നെ കിടാവിടെ സൃഷ്ടിയാക്കണമാ അല്ല നാ സൃഷ്ടിയാക്കണമാ ചെന്നിട്ടായിട്ട് പടച്ചുറപ്പ് കേൾക്കണേ. പോണ്ട ഒരു വീര്യായിട്ടിക്കൂ ഒരു ബീജായിട്ടിക്കും അതില് മക്കളെ സൃഷ്ടിയാക്കണേ നിങ്ങമാ നാനാ ചെന്നിട്ടായിട്ട് അള്ളാഹു കേൾക്കണേ. എന്നിട്ട് അള്ളാഹുണ്ടേ നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, നിങ്ങളിടയില് മരിപ്പെല്ലാം കണക്കാക്കണമെന്ന് നാനായിട്ടിക്കറ. നീ എത്ര പേര് ആരോഗ്യം കേട്ട് എത്ര പേര് പൈസ കേട്ട് നാലത്തെ നാൾ എന്തെല്ലാം പ്ലാൻ ആക്കിട്ടിക്കുവാനും വലിയ അവ കെട്ടിട്ട് നിങ്ങൾ ഒക്കലാണ് അവർക്ക് തീരുമാനമാക്കിട്ടിക്കുവാനും അല്ലെങ്കിൽ മോല മംഗില ചെന്നിട്ടു അതിക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആയിട്ടിക്കുവാനും എന്നിട്ടെങ്കിൽ നിങ്ങളിടയിലുള്ള മരിപ്പിടെ തീരുമാനാക്കണമെന്ന് നന്നായിട്ടിക്കരാൻ നിങ്ങെന്തോ അല്ല തീരുമാനാക്കടേ അതെല്ലാം തീർമാനം നല്ലതായിട്ടിക്കരേ. അതെ നിങ്ങ അഹങ്കാരിയായിട്ട് ജീവിക്കുമ്പോഴത്തേക്കും നിങ്ങെന്തും നക്ക് തീരില്ലാണ്ട് വിചാരിക്കണ്ട. എന്തെങ്കിലും നിങ്ങളെ പോലത്തെ ആൾമാരെ നക്ക് ചേഞ്ചസ് ആക്കോ തീരാണ്ടെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ ഔത്തുലും നിങ്ങൾ ഹലാക്കാക്കിട്ട് വേറമേ ഒരു കൂട്ടാൾമാരെ നിങ്ങൾ ഔത്തു ദൈപ്പാട്ടും പോലെ നന്റെ കൊണ്ട് അത് സാധ്യമുണ്ടു, അതെന്തും നക്ക് തീരില്ലാണ്ട് നിങ്ങൾ വിചാരിക്കണ്ട. ഒണുഷിയക്കും പീമാലാലമോൻ, നീ ഗുന്തില്ലാത്തൊരു സൃഷ്ടിയായിട്ട് നിങ്ങൾ ആക്കൊടുക്കും നന്റെ കൊണ്ട് സാധ്യമുണ്ടു. നിങ്ങളെ ചിലപ്പോ കള്ളാക്കടേ അല്ലെങ്കിൽ നിങ്ങളെ പിന്നെ ചിലപ്പോ മൃഗങ്ങളാക്കടേ അതും നന്റെ കൊണ്ട് സാധ്യമുണ്ടു. ഇതെന്തും നക്ക് സാധ്യമില്ല തീരില്ല ചെന്നിട്ടൊന്നും നീ വിചാരിക്കണ്ട ചെന്നിട്ടായിട്ട് അള്ളാഹു ചൊല്ലേ. എന്നിട്ട് പടച്ചുറപ്പ് ചൊല്ലേ നീ ഗൊന്തുണ്ട് നിങ്ങളെ ഫസ്റ്റ് ആര് സൃഷ്ടിയാക്കിയത് ഉണ്ടാക്കിയ ആര് നിങ്ങൾ ഗൊന്തുണ്ടു ഫലവുലാത്തതക്കറൂൻ, എന്തിട്ടായിട്ടിക്കര് നിങ്ങ എന്തേ ഒരു ബുദ്ധി വന്നിട്ടില്ലേ, നീ എന്തേ അതിൽ നിങ്ങൾ ഒരു പാഠം കിട്ടിയിട്ടില്ലേ, നിങ്ങളെ ഇല്ലാത്ത നിങ്ങളാണ് സൃഷ്ടിയാക്കിയവണും നിങ്ങൾ രണ്ടാമത് സൃഷ്ടിയാക്കൊടുക്കൂ നക്കൊരു കഷ്ടമില്ലാത്തൊരു വിഷയ നിങ്ങൾ എന്ത് എല്ലായെങ്കിലും നിങ്ങൾ അർത്ഥാക്കാവില്ലേ ചൊന്നിട്ടായിട്ട് അള്ളാഹു കേൾക്കടേ. എന്നിട്ട് പിന്നെ അള്ളാഹു ചൊല്ലേ നിങ്ങൾ കൃഷിയാക്കണ ആ കൃഷിയാക്കണ വിഷയം നിങ്ങൾ കൊടുത്തുണ്ടാ ആ കൃഷിയില് മുലക്കവർ പാട്ടേ അത് നിങ്ങമാ നാനാ ചൊന്നിട്ടായിട്ട് പടച്ചുറപ്പ് കേൾക്കടേ. ആ കൃഷിയില്
ಮೊಳಕೆ ಬೇರ್ಪಾಟ್ರೆ ಅದು ನಿಂಗೆ ಕೃಷಿ ಹಾಕುವಾರು ನೇಜ್ ಹಾಕುವಾರು ತಣ್ಣಿ ಬೀಕುವಾರು ಎಲ್ಲ ಹಾಕುವಾರು ಅದ್ರ ಮೊಳಕೆ ಬೇರ್ಪಾಟ್ರೆ ನಿಂಗಮ ನಾನಾ ಚೊಂದಿಟ್ಟಿಗೆ ಅಲ್ಲಾಹು ಕೇಕಡೆ എന്നിട്ട് അല്ലാഹു ചൊല്ലെ ലൗ നശാഉ ജഅൽനാഹു ഖുതാമൻ ഫളൽതും തഫക്കഹൂൻ നഗമാതു വിചാരിച്ചെങ്കിൽ ലജഅൽനാഹു ഖുതാമ ಅದರ್ನಂಗ പൊട്ടാക്കാಂತ ആ നിങ്ങ ഇത്തെ ಬಿತ್ತರೆ ಎಲ್ಲத்தையும் ഞങ്ങൾ എന്താക്കാಂತ പൊട്ടാക്കാಂತ ഫളൽതും തഫക്കഹൂൻ അപ്പൊ നിങ്ങ ആശ്ചര്യമായിട്ട് നിങ്ങ പോയി പോവാ ആശ്ചര്യമായി പോവാറ് ഇങ്ങനെയും ഞങ്ങൾ തീരാണ്ടെന്തോ അല്ല ഇന്നാ ലമുഗ്റമൂൻ അപ്പ ഇങ്ങനെല്ലാം പൊട്ടാക്കിട്ടാ മുത്തുക நீங்க ஃபுல்லாயிட்டு நஷ்டத்திலாയി போவாரு ஃபுல்லாயிட்டு நீங்க லாஸ் ஆகி போவாரு பல் நஹ்னு மஹ்ரூமூன் அல்லாஹ் നിങ്ങളെ ജീവനത്തെ ആധാരമേ നിങ്ങൾ ഇല്ലാണ്ടായി പോവും ടോട്ടലി നഷ്ടായിട്ട് ജീവനത്തെ ആധാരമേ ഇല്ലാണ്ടായി പോവും ഇതെന്തും നക്ക് തീരാണ്ടെന്തും അല്ലാഹ് ചൊന്ന് പേട്ടിക്കര് പടച്ചുറപ്പ് ഞങ്ങളെ ചൊല്ലേ പിന്നെ അല്ലാഹു ചൊല്ലേ അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അല്ലാഹ് നിങ്ങൾ കുടിക്കുന്ന തണ്ണി ആ തണ്ണിയുടെ വിഷയം നിങ്ങൾ ಗೊತ್ತುಂಟಾ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ ആ തണ്ണിയുടെ മോടത്തെ കടത്തിരെ നിഗമ അല്ല നാനാ ചൊന്നിട്ടായിട്ടിരിക്കുന്ന റബ്ബ് ഞങ്ങളെ കേട്ടിട്ടുള്ളേ ആ തണ്ണി നിങ്ങൾ വണ്ട് ആകാശത്ത് നല്ല മല വണ്ട് ഈ മലയുടെ കടത്തിരാറ് നിഗമ നാനാ ചൊന്നിട്ടായിട്ടിരിക്കുന്ന പടച്ചുറപ്പ് കേക്കടെ എന്നിട്ട് അല്ലാഹു ചൊല്ലേ ലൗ നശാഉ നഗമാത്ത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജഅൽനാഹു ഉജാജൻ ആ തണ്ണിയുടെ നങ്ങ ഉപ്പ് തന്നെ നങ്ങാക്കാന്ത ഫലൗലാ തശ്കുറൂൻ നീಗೆಂದೇ ശുക്രില്ലാണ്ടായി പോയേ നീಗೆಂದೇ നന്ദി ഇല്ലാണ്ടായി പോയേ ഇതെല്ലാം തണ്ടവണും നാണ് നിങ്ങളെന്തും ശക്തിയില്ല ഇതിലെല്ലാം ബാക്കിലുള്ള നാനായിട്ടിക്കര നീಗೆಂದೇ ഒരു നന്ദി ഇല്ലാണ്ടായി പോയേ ചൊന്നിട്ടായിട്ടിക്കരും റബ്ബ് ഞങ്ങളെ ഹൃദയം തട്ടിട്ടായിട്ടിക്കര ഇങ്ങനെ കേട്ടോണ്ടല്ലേ എന്നിട്ട് മൂന്നാമത്തെ ഒരു വിഷയം അല്ലാഹു കേക്കടാം അഫറഅയ്തുമുൻ നാറല്ലതി തൂറൂൻ അല്ല നിങ്ങൾ ആഹാരം ഉണ്ടാക്കണം ബെനിട്ട് നിങ്ങൾ തീയുടെ കത്തുപാട്ടാറല്ലേ ആ തീ അതിന്റെ വിഷയം എന്തും നിങ്ങൾ ಗೊತ್ತುಂಟಾ അൻതും മൻശഅതും ശജറതഹ അം നഹ്നുൽ മുൻശിഊൻ ആ തീ ഉണ്ടാക്കുന്നുല്ല മർത്തെ ഉണ്ടാക്കിരെ ആ തീ ഉണ്ടാവുടെ മർത്തെ അത് ഉണ്ടാക്കിരെ നിഗമ നാനാ ചൊന്നിട്ടായിട്ടിക്കര് ആ ആയത്തെല്ലാം നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഫുള്ളായിട്ട് വ്യാഖ്യാനാക്കിട്ടുണ്ട് ഏത് മറ എങ്ങനെ തീ ഉണ്ടാവുടെ എല്ലാത്തെയും വ്യാഖ്യാനാക്കുന്ന ഇതിന്റെ അർത്ഥം മാത്രമായിട്ടിക്കര് ആ പിന്നെ വ്യാഖ്യാനം എല്ലാം ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നിലപ്പിക്കൊണ്ടില്ലേ ഒരർത്ഥം മാത്രമായിട്ടിക്കര് ചൊന്നോണ്ട് പോയിട്ടുള്ളേ എന്നിട്ട് അല്ലാഹു ചൊല്ലാം നഹ്നു ജഅൽനാഹ തസ്കിറതൻ വമതാഅൻ ലിൽ മുഖ്വിൻ ഇതെല്ലാം ഞങ്ങാക്കിരെ തസ്കിറ നീങ്ങി നല്ലോണം ഉൾക്കൊള്ളണതിനായിട്ടിക്കര് നിങ്ങൾ ഒരു ഉപദേശ ആ ഒരു സ്ഥിതിയിലായിട്ടിക്കര് നീങ്ങി ഇതെല്ലാം ഞങ്ങാക്കി തന്നത് വമതാഅൻ ലിൽ മുഖ്വിൻ അതേപോലെ യാത്രികന്മാർക്ക് അല്ലെങ്കിൽ ടൂർ പോകേണ്ടവനു ഈ ഒരു തീ ഉപകാരമാണ് പിന്നീട്ടായിട്ടിക്കര് നാണെങ്കിൽ ഉണ്ടാക്കി തന്നെ ചൊന്നിട്ടായിട്ടിക്കൽ അല്ലാഹുവിന്റെ ഒരു യാത്ര പോണ്ട മനുഷ്യ അവനൊരു മരുഭൂമിയിൽ ബാക്കിയായിട്ടെങ്കിൽ അവിടെ എന്തും ഇല്ലാണ്ടെങ്കിൽ തീ പിടിപാട്ടിയും വയ്യാവും ഈ തീയുടെ ഉണ്ടാക്കിയവനും അതെല്ലാം നാനെന്ന് ചൊല്ല വിഷയ നിങ്ങാരും മറന്നു പോകണ്ട വസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം നബിയെ ഏറ്റവും മഹത്തായ റബ്ബുടെ നിങ്ങൾ പരിശുദ്ധമാക്കോന്നിട്ടായിട്ടിക്കര് അല്ലാഹു ഞങ്ങളെ മുന്നുള്ള പടിപ്പാട്ടിയെ ഇൻഷാ അല്ലാഹ് ഇന്ന് ബാക്കിയുള്ള കൊറിയ ആയത്ത് ബാക്കിയുണ്ട് അതിനർത്ഥ നാളെ ഗ്രഹിക്കുക അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിയത്തെ ധാരാളമായ വിഷയമായിട്ട് നിങ്ങൾ പഠിച്ചത് അല്ലാഹു ഇനിയും നിന്റെ ഖുർആൻ ധാരാളമായ പഠിക്കുന്നത് ബാക്കിയുണ്ട് പഠിച്ചത് ചെറിയ ഒരു ഡോട്ട് മാത്രമായിട്ട് നിങ്ങൾ പഠിച്ചത് എത്രയോ പഠിക്കൊണ്ടുകൊണ്ടും അല്ലാഹു നിന്റെ ഖുർആൻ മൊത്തം പഠിക്കൊണ്ടും അതിന്റെ ആശയ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നതും അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പാഠമായിട്ട് ജീവിക്കുന്നതും അല്ലാഹു നീ ഞങ്ങൾ തൗഫീഖ് നൽകുന്നു റഹ്മാനെ ആമീൻ ബിറഹ്മതിക യാ അർഹമർ